ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ പറയാം. ഹലോ ഗൈസ്, ഇൻട്രോ നൈസായിട്ട് ഫസ്റ്റ് മൂഞ്ചി, അതുകൊണ്ട് വീഡിയോ മൂഞ്ചാലും കുഴപ്പമില്ല. വരി, നമ്മൾ ആദ്യം നമുക്ക് എങ്ങനെ പറയാം, അനുവിനെ ആദ്യം പോയി കാണാം. ഓക്കെ, അനു അവിടെ എന്താ പണി എന്നൊക്കെ ഉണ്ട്, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, നമുക്കൊന്ന് പോയി വിസിറ്റ് ചെയ്യാം. ഓക്കെ, സൊറായി കടന്നുറങ്ങാം. ഓക്കെ, ഇവിടെ മെനക്കെട്ട പണിയിലാണ്, എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. സനുക്കുട്ടൻ ഇവിടെയുണ്ട്. എന്താ നിനക്ക് പണി? നെറൂട്ടോ എന്താ ഉസുമാക്കിസോ എന്താ ഉസുമാക്കി എനിക്കറിയോ? ഉസ്മാൻ അറിയില്ല? ഉസ്മാൻ അറിയില്ലേ? എന്താടാ അവന് ഉസ്മാൻ അറിയില്ലടാ? പോയോ? എവിടെ ഉണ്ടല്ലേ, ഇവിടെ വാ. ഉസ്മാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഒന്നും കാണാതിരിക്കുന്നു? ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ. എന്താ പറഞ്ഞെന്ന് പോയിച്ചറിയില്ല. അപ്പോൾ നമ്മൾ അനുകുട്ടനെ തെരഞ്ഞു പോവാണ്. അനുകുട്ടൻ എവിടെയാണ്? അനു ആടാ, ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിന് സ്വിച്ച് ഇവിടെ. സ്വിച്ചിട്ടാ ആടാ, പൊടിച്ചടാ അവനെ. അനക്കത്തെ പണി ഇവിടെ എന്ത് ഗെയിമാണത്? ഇവന് നെറൂട്ടയാണ്. എന്തോന്നിടേ, ഫുള്ള് നെറൂട്ട ഫാൻസ് ആണ് തോന്നുന്നു. ഇതാരാ? നമ്മളെ ക്യാമറമാൻ മീമുള്ളാണ്. പാത്തുമ്മയാണ്. അവന് അഡീഷണൽ ആയിട്ട് ഡാൻസ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു വീഡിയോ കാണിച്ചു തരും. വീഡിയോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക്? സനു പാൻറ്റൊന്നും കാണിച്ചു കൊടുക്കല്ലോ കേട്ടോ. ഓക്കെ, നമ്മൾ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ. ആദ്യം എന്താണ് റെസ്പോൺസൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ അതിൽ നടക്കുകയാണെന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ. ഇവിടെ വന്നിരിക്കുമ്പോൾ മുനൂസേ, നീയും ഒന്ന് റെസ്പോണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് വാടാ മോനു, നീ വന്നിരി. ഇതാണ് നമ്മുടെ ഷാലു, അമ്മായിൻ്റെ മോനാണ്. ഇതാണ് സനു, കുഞ്ഞാമ്മൻ്റെ അപ്പപ്പൻ്റെ മോനാണ്. വീഡിയോ എടുക്കുന്നത് നജ ഫാത്തിമ, അതും എൻ്റെ കസിനാണ്. ഞാൻ ഫേസ് റിവീൽ ചെയ്യട്ടെ? ഫോൺ കൊടുത്താ ഫേസ് റിവീൽ ചെയ്യുന്നു. പൂക്കികൾ തിരിച്ചു കൊടുത്താ അത് വേണ്ട അത് ഓവറാണ് അല്ലേ ശാലു? എനിക്കല്ലേ പറയണേ. പൂക്കിനെ പറ്റി എനിക്ക് എന്താ പറയാല്ലേ? പൂക്കി എന്താ സംഭവം പോലും അറിയില്ല. അല്ലെങ്കിൽ അറിയാല്ലേ? പൂക്കി സംഭവം എന്താ പൂക്കിന്ന് സത്യാവസ്ഥ എനിക്കറിയില്ല. എനിക്ക് രണ്ടാക്കാറില്ല. ഇതൊന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞുതരുമോ? പൂക്കി എന്നാൽ ക്യൂട്ട്നെസ് വാരി അറിയാം എന്നാണ് ഇവിടെ ക്യാമറമാൻ പറഞ്ഞത്. അതെ, നമ്മുടെ ക്യാമറമാൻ നജ ഫാത്തിമ പറഞ്ഞതാണ്. ക്യൂട്ട്നെസ് വാരി അറിയുന്നതിനാണ് പൂക്കി എന്ന് പറയുന്നത്. പൂക്കിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണെന്നൊക്കെ സോനു കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, കാണിച്ചു തരുന്നുണ്ട്. അപ്പം അതാണ് പൂക്കി എന്ന് പറയണത്. സോ ഞങ്ങൾ പൂക്കികളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ദിസ്. ഓക്കെ, സ്റ്റിക്കർ മറക്കരുത്. ഓക്കെ, എത്ര നാല് സൗണ്ട് കേൾക്കണേ? കെട്ടേച്ച് വിട്ടിക്കണോ? എടാ ഞാൻ ബൈക്കുമ്പോഴാടാ. നീ എന്നെ നാസാക്കൂലേ? പാൻറ് കയറി നാസാക്കും. ഇങ്ങനെ നമ്മുടെ റിയാസാക്ക വാങ്ങി തന്ന ഷർട്ടാണിത്. മൂപ്പരെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഈ ഷർട്ട് വാങ്ങി തന്നതിന്. അവസാനിക്കാൻ പോകുന്നില്ല. ഞാൻ 110 സ്പീഡ്. CC 110 ആണെങ്കിൽ 110 സ്പീഡിൽ നമ്മൾ വണ്ടി ഓട്ടും.
അതാണ് കഴിവ്. തെറിച്ചു പോകും. അതെ, തെറിച്ചു പോകും. 4 വലിയ മൂക്കുമൊക്കെ തെറിച്ചു പോകും. ഞാൻ എന്താ പറഞ്ഞത് എന്താന്ന് പറഞ്ഞത്? 4 വലിയ മൂക്കും തെറിച്ചു പോകും. അതൊക്കെ ഒന്ന് കടലുണ്ടാവുള്ളൂ, അത്രക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക്. വല്ല റിയാക്ഷനൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ കുറ്റി പെൻസിലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ ഓക്കെ സെറ്റല്ലേ? സാറേ നിർത്തോ, നല്ല റിയാക്ഷൻ വീഡിയോ നോക്കാം. അതിനോട് ചെറു തല്ലുകളുണ്ടാവും. എന്താ കണ്ടിട്ട് പറയാനുള്ളത് നമുക്ക്? എന്തെനിക്ക് പറയാല്ലേ? 5 വയസ്സൊക്കെയല്ലോ, രസമുണ്ടോ? 5 പൈസക്ക് വരുന്നില്ല. തകർത്തു ഗൈസ്, തകർന്നടിഞ്ഞു. എനിക്കെന്താ പറയല്ലേ? നല്ല രസമുണ്ട് സീന്. ക്യാമറമാനെ തിജ്, പിന്നെ ആക്ടിങ്. ആദ്യം കാല് കുടിച്ചു കുട്ടി മനസ്സിലായി. ചായ ഇതെന്തത്? ചോരല്ല ചായ കയറുന്നു എന്താണ്? സിനിമ ഷോർട്ട് ഫിലിം മൊത്തം കാണും. ഞാൻ ഒക്കെ പാടൊക്കെയാണ് ഒരു സിനിമ കാണണം. അപ്പൊ അതൊക്കെ സീന് കത്തൂരേ. കത്തണ്ട. അപ്പം നമ്മൾ ഇവലൊക്കെ നമ്മൾ ആക്ടിങ് വിളിക്കുന്നതാണ് ഇൻഷാ അള്ളാ. ഇജുണ്ടോ? അനുണ്ടോ? അനുണ്ടല്ലേ. അനു ഗെയിം കളിച്ചാണ്. ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കണം. അവിടെ ഇതെന്താണ്? തോക്കോ? എടാ, അത് ഞാൻ ചെറുപ്പത്തിൽ കളിച്ച വെച്ചിനെ തോക്കണം. സ്പ്രിങ് ഒന്നുമില്ല. എടാ, ഒന്നും പറയാനില്ല. വ്ളോഗ് എൻ്റെ ആക്കിയാണ്. ഇത്രക്കൊന്നുമില്ല, എത്ര നാക്കൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട് മീനു? വ്ളോഗ് അവസാനിക്കല്ലേ? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഫോണൊന്ന് വിളിച്ചാൽ ഫോൺ വിളിച്ചാലോ? ഒന്ന് ഫോൺ പിടിച്ചാ നിക്ക് എനിക്ക് ഇരിക്കും. അപ്പോൾ നമ്മൾ ആംഗിൾ മാറ്റി പിടിച്ചിട്ടുണ്ട്. ഷാലു ആണ് നമ്മുടെ ക്യാമറമാൻ, പ്രൊഫഷണൽ ക്യാമറമാനാണ് നമ്മുടെ ഷാലു. അപ്പോൾ നമ്മുടെ കസിന് മിനു, അതായത് മിനു പേര് വെളിപ്പെടുത്തുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അപ്പം കസിന് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വീഡിയോനെ പറ്റി പറയാനുള്ളത്? അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇനിയും ഇതുപോലത്തെ ഷോർട്ട് ഫിലിംസൊക്കെ ഇങ്ങനെ ഇറക്കുക. ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതല്ല, ഓട്ടോമാറ്റിക് പറഞ്ഞു വരുന്നതാണ്. ഓക്കെ, മനസ്സിലാക്കണം. മനസ്സിലാണല്ലേ? പറഞ്ഞ മാതിരി പറയണം. ഓക്കെ ഇത്ര മതിയോ? മതി, ഓവറാക്കണ്ട. വലുതൊക്കെ കേൾക്കുന്നുണ്ടോ? പറഞ്ഞ കേൾക്കുന്നില്ല. ഓക്കെ, അപ്പം ബാക്കി മറ്റൂടി പറയണം. അനു വരുന്നുണ്ട്. ഏയ് ഇവിടെ എനിക്കെന്താ പറയല്ലേ? അഞ്ച് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് എല്ലാവരോടും പറഞ്ഞോ? ഇല്ല. എന്താ പറയാനേ? എന്തില്ല. ഇവിടെ ഒന്നിരിക്ക്. നല്ല ആളെ കിട്ടി. ഇജി വ്ളോഗിലൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ എല്ലാവരോടും പറഞ്ഞില്ലേ? ആടോ. എനിക്ക് നമ്മളെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? എൻ്റെ വീഡിയോസ് കാണലുണ്ടോ? എങ്ങനത്തെ വീഡിയോസ് എനിക്ക് ഇഷ്ടം? ഷോർട്ട് ഫിലിംസ് ആണോ അല്ല വ്ളോഗാണോ ഇഷ്ടം? എനിക്ക് എൻ്റെ എല്ലാതും ഇഷ്ടം.
അടുത്ത അസിസ്റ്റന്റിനെ കിട്ടിയിട്ടുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചാണ് അല്ലേ? എടാ ഞാനെ കൂടെ പറഞ്ഞറിയിച്ച ഞാൻ പഠിച്ചത് ഞാൻ ഒറ്റക്കാരനല്ലേ? ആ എല്ലാവരും പറഞ്ഞു ഞാൻ ഒറ്റക്കാരനാണ്. ഞാൻ പറഞ്ഞാണ്. ആ ഒറ്റക്കാരനാണ്. അല്ല ഞാൻ പറഞ്ഞല്ല, ഓൻ പറഞ്ഞ തന്നെയാണത്. അതെ അതെ. എനിക്ക് ഫാൻസ് ഉണ്ട് സ്കൂളിൽ? ആ എത്ര ഉണ്ട്? 3 ഉണ്ടോ? 3 വല്ല പേരെന്ന് എനിക്ക് പറഞ്ഞുതരോ? അയ്യോ ഒരു 3 ഇല്ല, എനിക്ക് വല്ല പേരൊന്നും അറിയില്ല. അവച്ച് എത്രയില്ല? ഞാൻ 2 അനക്കെങ്ങനെ ഫാൻസ് ആയത്? അനക്കെങ്ങനെ ഫാൻസ് ആയത്? അത് ബാബുവിന്റെ ബ്ലോഗിലാണ്. സത്യത്തില് ശരിക്കും ഫാൻസ് ഉണ്ടെന്നോ? സാനു അനക്കുണ്ടോ ഫാൻസ്? അനക്കുണ്ടോ? കാര്യത്ത് പറ. എത്ര പഠിച്ചോലി? 6 ക്ലാസ്സിലൊക്കെ പഠിച്ചോലി. എടാ അപ്പൊ എന്റെ വ്ളോഗ് നിങ്ങള് 4 ആൾക്കാരല്ലേ കാണല്? ഇത് കാണാത്തോണ്ടാ ഇജ് വന്നപ്പോ എന്റെ പൊരുത്തല്ലേനിയോ അന്ന് കല്യാണത്തിന് ഒരു ഓരൊക്കെ കാണല്ലേ? എന്റെ ഷോർട്ട് ബ്ലോഗാണോ ലോങ് ബ്ലോഗാണോ? ലോങ് കാണല്ലേ? എന്റെ ഓരോടാണ് ഇത് ബാബുസ് വ്ലോഗല്ലേ, ബാബുസ് വ്ലോഗല്ലേ ആൾക്കാർ. ഗോയ്സ് രോമാഞ്ചം, പൊലിവ്. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇന്നലത്തെ വ്ളോഗിലായിട്ട് പറഞ്ഞില്ലേ, ആ സംഭവമാണ്. ചെക്കൻ്റെ സ്കൂളിലാണ്, നമുക്ക് ഫാൻസ് ഉണ്ട്. അതേപോലെ മീനു ഇവിടെ നിന്നാ എൻ്റെ തട്ട റെഡിയാക്കാം. ആ ഓക്കെ. ഇവള് ഒരു സ്റ്റോറി പറഞ്ഞുതരും നമുക്ക് ഫസ്റ്റ് ഫാൻസ് കിട്ടിയത് എങ്ങനെയൊന്നു പറഞ്ഞിട്ടാ. ഓക്കെ, നമുക്ക് ചെങ്ങര സ്കൂളിൽ ടോട്ടലി ഫാൻസാണ്. അപ്പം ആദ്യം ഫാൻസ് കിട്ടിയത് ഇവളെ ചെങ്ങായിമാരൊക്കെയാണ്. അപ്പം എങ്ങനെ കിട്ടിയത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരും. ഇവൻ വ്ളോഗ് തുടങ്ങിയ ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സിന് വ്ളോഗൊക്കെ വിട്ടെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓലോട് വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഓല ആ വീഡിയോസ് ഞാൻ പറഞ്ഞതിൻ്റെ ഇതിൽ കണ്ടു. പിന്നെ ഓൽക്ക് ഭയങ്കര ഇഷ്ടമായി, കുറേ വീഡിയോസ് ഓല് കണ്ടു. അങ്ങനെ ഇവന് ഞങ്ങളെ വാർഷികത്തിൻ്റെ അന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഇതാക്കണ് എൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടി എൻ്റെ കാക്കാക്കണ് അവിടെ, നമുക്ക് ആ ഫോട്ടോ എടുക്കുക പറഞ്ഞു. അപ്പോൾ വേറൊരു ചങ്ങാഴ്ച വന്നാണ്ട് ഇവനോട് ആദ്യം ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങളെല്ലാവരും പിന്നെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. ആദ്യം റുഷ്ദ പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഇവൻ്റെ ഭയങ്കര ഫാനായത്. റുഷ്ദക്കാണ് ഇവൻ്റെ ഭയങ്കര ഫാന്. റുഷ്ദയാണ് എൻ്റെ ഭയങ്കര ഫാന്. പിന്നെ ഇപ്പം ഞാൻ 8ലാണ്. ഇപ്പം ഞാൻ 8ാം ക്ലാസ്സിലെ അതിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഓലും കാണാൻ തുടങ്ങിയാണ്, ഫോളോ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പം എല്ലാ വീഡിയോസും കാണലുണ്ട്. എന്നിട്ട് എന്നോട് ഷിബുട്ടിനെ കുറിച്ച് പറയലുണ്ട്, ഇവനെ കുറിച്ച് പറയലുണ്ട്. സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വ്ളോഗ് തുടങ്ങിയപ്പോൾ എനിക്ക് ഫാൻസ് ഉള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഇപ്പം 2 വീഡിയോസായിട്ടാണ് അറിയണത്. പക്ഷേ ഷിബുട്ടന് ഫാൻസ് ഉള്ളത് ഞാൻ അന്ന് തുടങ്ങിയ ടൈമിൽ അറിയാം. ഫുള്ള് ഫാൻസ് ഷിബുട്ടനെ. ഇപ്പം അൽഹംദുലില്ലാ 1-2 ഒക്കെ ഉണ്ട് ഫാൻസ്. അതിലൊരു പ്രൗഡാണ്. പൗണ്ടറാണെന്നല്ല കേട്ടോ, എന്താ പറഞ്ഞേ, പ്രൗഡാണ് ഇപ്പം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അടിപൊളി വീഡിയോസും അടിപൊളി വ്ളോഗുമായിട്ട് മറ്റന്നാൾ കാണാം. ഓക്കെ, കല്യാണത്തിന് അന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, ലവ് യു ആൾ, ടേക്ക് കെയർ, ബൈ.